ഹായ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. തട്ടടേന്ന് വന്ന പാടേയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എനിക്കിന്ന് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ആലക്കോട് ഉദയഗിരിയിൽ നിന്നും അപ്പുറത്തുനിന്ന് വന്ന ഒരു സാധനമാണ് കേട്ടോ. നമ്മളൊരു കാര്യം വിചാരിച്ച് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ, അതായത് നമ്മൾ എന്താ ആഗ്രഹിച്ചോ അത് നമുക്കിവിടെ എത്തിച്ചു തരും. അതാണ് നമ്മളെ ചന്ദ്രേട്ടൻ എനിക്ക് ഒരു പൊതിയുടെ ഏൽപ്പിച്ചിട്ടിട്ട് നമുക്ക് തുറന്നു നോക്കാം. ഇതാണ് മക്കളെ ആ പൊതി കേട്ടാ. ആ പൊതിയാണിത്. ഇതാണ് മക്കളെ പൊതി കണ്ടാ. ചാക്കിലെല്ലാം കെട്ടിയിട്ടാണ് കൊണ്ടെത്തുന്നതിന്. ചക്കാന്ന് പറയും. ഇപ്രാവശ്യത്തെ ആദ്യത്തെ ചക്കയാണ് കേട്ടോ. ഇപ്രാവശ്യത്തെ ആദ്യത്തെ ചക്ക അത് ചന്ദ്രാട്ടൻ്റെ വളപ്പിലുണ്ടായ ചക്കയാണ്. അപ്പോൾ വീണിട്ട് പൊട്ടിപ്പോയിന്ന് പറഞ്ഞു എന്നോട്. എന്നാലും സാരമില്ല, ഇത്രയും വലിയ ജമണ്ട ചക്ക കൊണ്ടു തന്നിട്ടുണ്ട്. നന്നായിട്ട് മൂത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ചക്ക എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ്. ഞാൻ ഒറ്റക്കായതുകൊണ്ട് ചക്കയൊന്നും വെച്ചിട്ട് തിന്നലേ ഇല്ല കേട്ടോ. ഇപ്രാവശ്യം ചക്ക തിന്നനേ ഇല്ല. അപ്പം ഇത് ആദ്യത്തെ കയ്യിൽ കിട്ടിയൊരു ചക്കയാണ്. സന്തോഷത്തോടെ ചന്ദ്രാട്ടം കൊണ്ടു തന്നെയാണ്. നമ്മൾ എന്താ പറയണ്ടേ, ആരും ഒന്നും പോകുമ്പോൾ കൊണ്ടുപോകൊന്നുമില്ല. എല്ലാവർക്കും ആറടി മണ്ണ് മാത്രം. പക്ഷെ അതിലടക്കും മനുഷ്യന്മാർ കളിക്കുന്ന കളി കാണുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഇത് കൊത്തിയിട്ട് ഞാൻ വെക്കൽ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഞാൻ ചക്ക വെച്ചിട്ട് തിന്നുന്ന ഒരു ശീലേ എനിക്കില്ല. ഒറ്റക്കായതുകൊണ്ടാണ്. ചക്ക ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, പക്ഷെ ഒറ്റക്കായതുകൊണ്ട് ചക്ക തിന്നാൻ ഒരു മടിയാണ്. ഒറ്റക്ക് തന്നെ എല്ലാം ആക്കണ്ടേ, ഒറ്റക്ക് തിന്നും വേണം. അപ്പോൾ ഇന്ന് ഏതായാലും ഇത് കൊത്തിയിട്ട് അപ്പുറത്തെ വീട്ടിലെല്ലാം കൊടുക്കാം. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം വറുത്തിട്ട് നമുക്ക് തട്ടുകടയിലേക്കും കൂടി എടുക്കാം. ഞാനിതൊന്ന് കൊത്തിയെടുക്കട്ടെ. രാത്രി തന്നെ കൊടുത്താൽ എനിക്ക് സമാധാനമാവുമല്ലോ. നന്നായിട്ട് അടിപൊളിയായിട്ട് മൂത്തിട്ടുണ്ട്. നല്ല അടിപൊളി ചക്ക. അപ്പം ഞാനിത് ഇന്ന് തന്നെ രാത്രിക്ക് തന്നെ കട്ട് ചെയ്തിട്ട് എനിക്ക് നല്ല തട്ടുകടയിൽ കഞ്ഞിക്ക് വരുന്നവർക്ക് കൊടുക്കാമല്ലോ. അതുകൊണ്ട് മാത്രമാണ്. എല്ലാവരും തിന്നിട്ട്. അപ്പം നല്ല ചക്ക ബാക്കി അപ്പുറത്തെ വീട്ടിൽ കൊടുക്കാം. ഇപ്രാവശ്യത്തെ മൂത്ത ചക്ക, അടിപൊളി ചക്ക. അതല്ലേ മുകളിൽ നിന്ന് ഇട്ടതുകൊണ്ട് പൊട്ടിപ്പോയിന്ന് പറഞ്ഞു ചന്ദ്രാട്ടൻ. ഇന്ന് തന്നെ കൊത്തിയിട്ട് റെഡിയാക്കണേന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ തിരക്ക് പിടിച്ചിട്ട് ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ ചക്ക എല്ലാം നന്നായിട്ട് ക്ലീനാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു എന്താ പറയട്ടെ, ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ അത്ര മാത്രമേ പറയാനുള്ളൂ. ഇനി നേരെ ഇത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം. രാത്രിയാണേ ഈ കലാപരിപാടികളെല്ലാം. അപ്പം ചക്ക നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ ഞാൻ ചക്ക വറക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് ആദ്യം ഒന്ന് വേവിക്കും. അതിന് ശേഷം പിന്നെ തേങ്ങയും ഉള്ളി ജീരകവും കൂടി നന്നായിട്ട് ഒതുക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ചേർക്കും. ലാസ്റ്റ് കടുവും വെളുത്തുള്ളി കറിവേപ്പിലയും വറുത്തിടും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ, കുഞ്ഞുള്ളി, ജീരകം ഒതുക്കിയതാണ് കേട്ടോ. ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചക്ക നന്നായിട്ട്
വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവിടാം. അപ്പോൾ വറുത്തിടാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് കടുവും വെളുത്തുള്ളി, അതുപോലെ കാന്താരി, ഉണങ്ങിയ കാന്താരി മുളക് ഇതേ അതും, പിന്നെ കറിവേപ്പില. ഇതാണ് ഇതിൻ്റെ വറവ്. അപ്പം നമ്മളെ ചക്ക റെഡിയായി. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ടാറ്റാ.